കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. കർക്കിടക വാവ് ബലി മഹത്തരമായ മോക്ഷത്തിനായിട്ട്, പിതൃക്കൾക്ക് മോക്ഷത്തിനായിട്ട്, പിതൃമോക്ഷത്തിനായിട്ട് ഇന്ന് നമ്മൾ എല്ലാവരും സന്താനങ്ങളുടെ വിവാഹം, സന്താന ലബ്ധി, അതുപോലെ കുടുംബത്തിൽ സമ്പത്ത് ഇല്ലായ്മ, ധനസ്രോതസ്സിന് തടസ്സം വരിക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് പ്രശ്നവശാൽ കാണുന്നത് എന്താ? പിതൃദോഷങ്ങളുണ്ട്, പിതൃശാപങ്ങളുണ്ട്, സർപ്പദോഷങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നു. പിതൃദോഷത്തിന് എല്ലാവരും പറയും എന്തൊക്കെ ചെയ്തിട്ടും ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല എന്ന്. നമ്മൾ കർക്കിടക വാവ് ബലി അർപ്പിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ട് പിതൃമോക്ഷത്തിനായിട്ട്. കർക്കിടകം എന്ന് പറയുന്നത് ദുരിതങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലമാണ്. നമുക്കറിയാം, ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അതിനെക്കുറിച്ച് വലിയ വിശ്വാസമൊന്നും ഉണ്ടാവില്ലെങ്കിലും കർക്കിടകം പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ഒരു ജോലിക്കും പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ, അടച്ചു പിടിച്ച കറുത്ത കാറ്റും കോളും മഴയും മാത്രം. തുമ്പിക്കൈ കനത്തിൽ പെയ്യുന്ന മഴ, ആർക്കും പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല, ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും വ്രതം എടുത്ത് നോറ്റുകൊണ്ട് രാമായണ പാരായണമൊക്കെ ആയിട്ട്, ഔഷധ സ്നാനവും ഔഷധ സേവയൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടും. ആ സമയത്ത് നമുക്ക് അറിയാതെ തന്നെ വരുന്ന ഒരു വികാരമുണ്ട്. ഭയഭക്തി ബഹുമാനങ്ങളോട് കൂടിയാണ് നമ്മൾ രാമായണമൊക്കെ പാരായണം ചെയ്യുക. ഈവൻ ക്ഷേത്രത്തിൽ പോലും പോകാൻ നമുക്ക് ചിലപ്പോൾ മഴയുടെ ശക്തി കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. കുട്ടിക്കാലത്തൊക്കെ സ്കൂളുകളിൽ പോകുന്ന സമയത്ത് കർക്കിടകത്തിൽ ശക്തമായി പെയ്യുന്ന മഴയിൽ കറുത്ത കാറ്റും കോളും വരുന്ന സമയത്ത് വീട്ടിൽ അമ്മൂമ്മമാരൊക്കെ ഇരുന്ന് രാമായണം വായിക്കണ കേൾക്കുമ്പോൾ, അതുപോലെ കർക്കിടക വാവ് ബലിക്ക് പുഴയൊക്കെ നിറഞ്ഞു കിടക്കുന്ന സമയത്ത് നമ്മൾ ബലിയൂട്ടാനൊക്കെ ആയിട്ട് പോകുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം, കർക്കിടകം എന്ന് പറയുന്നത് ഭയങ്കര ദുരിതം നിറഞ്ഞ ഒരു മാസം തന്നെയാണ്. ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ കഷ്ടതകളിൽ നിന്നൊക്കെ കരകയറാനായിട്ട്, പിതൃപ്രീതി നേടാനായിട്ട്, പിതൃമോക്ഷത്തിനായിട്ട്, പിതൃക്കളുടെ ആ ഒരു പിതൃശാപമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോക്ഷം കിട്ടാനായിട്ട്, പിതൃക്കളുടെ പുണ്യം കിട്ടാനായിട്ട് നമ്മൾ വാവിനെ ബലിയിടുന്നത്. ഇത് ഒഴിവാക്കാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ കർക്കിടക വാവ് ബലി ശ്രാദ്ധ ഊട്ടുന്നതും വാവ് ബലി ഊട്ടുന്നതും വളരെ വളരെ നമുക്ക് ഉത്തമമായ ഒരു കാര്യം തന്നെയാണ്. ഈ തിഥിയിൽ, ഈ കർക്കിടക വാവ് ദിവസം ഈ തിഥിയിൽ വ്രതം നോറ്റ് ചെയ്യുന്ന ബലിയാണ് വാവു ബലി എന്ന് പറയുന്നത്. ഈ വാവു ബലി എല്ലാ മാസവും കറുത്ത വാവും വെളുത്ത വാവും ഉണ്ട്. കറുത്ത വാവിൽ നമ്മൾ എല്ലാ കറുത്ത വാവിനും ബലിയിടുന്നവരും ഉണ്ട്. പക്ഷെ എല്ലാ കറുത്ത വാവിനും ബലിയിടുന്നതിനേക്കാളും വളരെ വിശേഷപ്പെട്ടതാണ് ഈ പറയുന്ന കർക്കിടകത്തിലെ വാവ് ബലി എന്ന് പറയുന്നത്. പുഴയൊക്കെ നിറഞ്ഞു കവിഞ്ഞ് പെരും മഴയായിരിക്കും. ആ മഴയത്ത് പോയിട്ട് നമ്മൾ തലേ ദിവസം ഒരിക്കലുണ്ട് പിതൃക്കൾക്ക് ശ്രാദ്ധ ഊട്ടുന്നത് വളരെ വിശേഷപ്പെട്ടതാണ് കറുത്ത വാവ് എന്ന് പറയുന്നത്. ദക്ഷിണായനത്തിലെ കർക്കിടക വാവ് വളരെ പ്രധാനമാണ്. ദക്ഷിണായന മാസത്തിലെ കർക്കിടക വാവ് എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാലം തന്നെയാണ്. ദക്ഷിണായന കാലം പിതൃക്കളുടെ ഇഷ്ടകാലമാണ്. ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണകാലത്തിലേക്ക് കടക്കുമ്പോൾ ദക്ഷിണായന കാലം പിതൃക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാലമാണ് ദക്ഷിണായന കാലം. പിതൃപൂജയ്ക്ക് ഏറ്റവും ഉത്തമമായ ഒരു ദിവസവും കൂടിയാണ് ഈ പറയുന്ന കർക്കിടക വാവ് ദിവസം. പിതൃമോക്ഷം അകലാനും, പിതൃദോഷം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സന്താനങ്ങൾക്കും നമ്മുടെ സമ്പത്തിനും ഒക്കെ മോക്ഷം കിട്ടാനും, സന്താനങ്ങളുടെ വിവാഹം, സന്താന ലബ്ധിക്ക്, അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മളുടെ വീട്ടിലെ സമ്പത്ത് വരാതിരിക്കുന്നത്, സമ്പത്ത് കിട്ടാനായിട്ട് പിതൃപ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ബലിയാണ് വാവു ബലി, അതായത് കർക്കിടക മാസത്തിലെ വാവു ബലി. ഈ വാവു ബലി തലേ ദിവസം ഒരിക്കലുണ്ട്. നമ്മൾ വിശ്വാസത്തോടു കൂടിയും അർപ്പണബോധത്തോടു കൂടി അത് ധരിച്ചാൽ തീർച്ചയായിട്ടും പിതൃമോക്ഷം കിട്ടുകയും നമ്മുടെ പിതൃക്കളുടെയൊക്കെ പുണ്യം കൊണ്ട് നമ്മുടെ സന്തതി സമ്പത്തുകൾക്ക് ഐശ്വര്യപരമായ ഉയർച്ചയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കർക്കിടക മാസത്തിലെ വാവു ബലി എന്ന് പറയുന്നത് വളരെ വിശേഷമാണ്, വളരെ ഉത്തമമാണ്. എല്ലാവരും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക.